ഒരു മുന്തിരിത്തോട്ടത്തിൽ പഴുത്തു തുടുത്ത മുന്തിരിക്കുലകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് രണ്ട് കുറുക്കന്മാർ അവിടേക്ക് വന്നു. മുന്തിരി വളരെ ഉയരത്തിലായിരുന്നു. ഒന്നാമത്തെ കുറുക്കൻ മുന്തിരിക്കുല കണ്ട് ചാടി നോക്കി. ഒന്ന് രണ്ട് ശ്രമം നടത്തി നോക്കിയിട്ട് കിട്ടാതെ വന്നപ്പോൾ അവൻ നിരാശനായി പറഞ്ഞു, ഛേ, ഈ മുന്തിരി വേണ്ട. കണ്ടിട്ട് പഴുത്തതായി തോന്നുന്നുവെങ്കിലും ഇതിനു ഭയങ്കര പുളിയാണ്. വെറുതെ എന്തിനാണ് സമയം കളയുന്നത്? അവൻ തന്റെ തോൽവിയെ ന്യായീകരിച്ചുകൊണ്ട് അവിടെ നിന്നും കടന്നു കളഞ്ഞു. രണ്ടാമത്തെ കുറുക്കൻ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. അവൻ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് കുറച്ചു മാറി ഒരു തകരപ്പെട്ടി കിടക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ കഷ്ടപ്പെട്ട് തകരപ്പെട്ടി വലിച്ചു കൊണ്ടുവന്ന് അതിൽ കയറി നിന്ന് മുന്തിരി ആവോളം ആസ്വദിച്ചു കഴിച്ചു. പോകുന്ന വഴിക്ക് വിശന്നു തളർന്നിരുന്ന ഒന്നാമത്തെ കുറുക്കനെ കണ്ടു. അവൻ ചോദിച്ചു, ആ മുന്തിരിക്ക് പുളിയല്ലേ? രണ്ടാമൻ നൽകിയ മറുപടിയാണ് ഏറ്റവും ആകർഷണീയം. സുഹൃത്തെ, പുളി മുന്തിരിക്കല്ല, അത് നിന്റെ മനസ്സിനാണ്. ചാടിയിട്ട് എത്തിയില്ലെങ്കിൽ ചാട്ടത്തിന് ശക്തി കൂട്ടണം, അല്ലാതെ മുന്തിരിയെ കുറ്റം പറയുകയല്ല വേണ്ടത്. താഴെ നിന്ന് നോക്കുന്നവർക്ക് നക്ഷത്രങ്ങൾ വെറും ഒരു വെളിച്ചം മാത്രമായിരിക്കാം. പക്ഷേ മുകളിലേക്ക് കുതിക്കുന്നവനാണ് അത് ഒരു അത്ഭുത പ്രപഞ്ചമായി കാണുന്നത്. കാഴ്ചപ്പാട് മാറണമെങ്കിൽ നിൽക്കുന്ന ഇടം മാറണം. തനിക്ക് കിട്ടാത്തത് മോശമാണെന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരാജയം. ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയുവാൻ ലക്ഷ്യം താഴ്ത്തിക്കെട്ടുകയല്ല വേണ്ടത്, സ്വന്തം കഴിവ് ഉയർത്തുകയാണ് വേണ്ടത്. മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞു പോയവനല്ല, ബുദ്ധിപൂർവം അത് നേടിയവനാണ് ചരിത്രം കുറിച്ചത്. വിജയിക്കുന്നവർ വഴി കണ്ടെത്തുമ്പോൾ പരാജയപ്പെടുന്നവർ ന്യായങ്ങൾ കണ്ടെത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എന്റെ മോട്ടിവേഷൻ. താങ്ക്